4:7 വായിച്ചേ. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചുകൊള്ളും. കിട്ടുന്നുണ്ടോ? പിശാചിനെ ചെറുത്തു നിൽക്കുക, ഒപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവിന് വിധേയപ്പെടുക. കർത്താവിൻ്റെ പറയും, കർത്താവ് ഞാൻ ഇച്ചിരി ദേഷ്യം വരുന്ന ഒരുത്തനാണ്, ഞാൻ എനിക്ക് ഇച്ചിരി അസൂയുള്ള ഒരാളാണ്, എത്ര ശ്രമിച്ചിട്ടും എത്ര കുമ്പസാരിച്ചിട്ടും എനിക്ക് ഈ പാപത്തിന് കയറി വരാൻ പറ്റുന്നില്ല. ഐ സറണ്ടർ, എൻ്റെ ഈ കുറവ് ഞാൻ നിന്റെ മുമ്പിൽ അടിയറ വയ്ക്കാം. കർത്താവിന് വിധേയപ്പെടുക, തിന്മയെ ചെറുത്ത് നിൽക്കുക, നിങ്ങൾ വിജയം നേടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 6 കാര്യങ്ങളായോ? നമുക്ക് 7 നിർത്താം. 7ാമത്തെ കാര്യം ജപമാല ചൊല്ലുക. തിന്മയെ ചെറുക്കാനുള്ള ഏറ്റവും വലിയ ആയുധം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അമ്മ. ആര്? പരിശുദ്ധ മറിയം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിന്റെ ഏത് തിന്മയും ചവിട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന ഒരു മാരകായുധം ദൈവമക്കളുടെ കയ്യിലുള്ളത് മക്കൾ മറന്നു പോകരുത് എന്ന് ജോൺ പോൾ പാപ്പ പറയാം. നമ്മുടെ ഏതൊരു ആകുലതയും ഉത്കണ്ഠയും നമ്മുടെ വ്യാകുലതകളും ആകുലതകളും എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു ആയുധം മാത്രമല്ല, തിന്മയ്ക്കെതിരെ പോരാടാൻ സാത്താന്റെ പടയാളികളെ ചിതറിക്കാൻ പറ്റുന്ന ഒരു ആയുധ ശേഖരമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജപമാലയാണ്. വെളിപാട് പുസ്തകം 12-ൽ നമ്മൾ വായിക്കുന്നില്ലേ, സൂര്യനെ ഉടയാടെ അണിഞ്ഞ ഒരു സ്ത്രീ, പാതാരബിന്ദത്തിൽ ചന്ദ്രൻ, 12 നക്ഷത്രങ്ങൾ, ശത്രുവിനെതിരെ ശത്രുവിന്റെ തലയെ തകർക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ കൂട്ടുപിടിച്ച് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ട ആയുധമാണ് ജപമാല. എല്ലാ ദിവസവും ഒരു ജപമാലയെങ്കിലും ചെല്ലണം. ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും ചെല്ലിയിട്ട് കിടക്കാവുള്ളൂ. തിന്മ തൊടാതിരിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.